എല്ലാവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ട് ന്യൂസ് കേൾക്കുന്നു. ഒരു ന്യൂസ് അതിൽ രണ്ട് വ്യക്തികളെക്കുറിച്ച് നമ്മൾ കേൾക്കുവാനായിട്ടിടയായി. രണ്ട് ദേവദാസന്മാരുടെ വൈഫുമാരെ കാണുവാനില്ല. അതിൽ ഒരാളെ ജീവനോടെ തിരിച്ചു കിട്ടി, ഒരാൾ മരണപ്പെട്ടു പോകുവാനിടയായി. ഏതോ വെള്ളത്തിൽ വീണിട്ട് അവർ മരിച്ചുപോയി എന്നുള്ളൊരു ന്യൂസ് നമ്മൾക്ക് കേൾക്കുവാനായിട്ടിടയായി. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടുപേരെയും കുറിച്ചും പറഞ്ഞത് അവർക്ക് ഓർമ്മക്കുറവുണ്ട് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരാൾ നടന്നു പോയപ്പോൾ എന്താണ്, ഏതോ ഒഴുക്കുള്ള പുഴയിൽ വീണ് പുള്ളിക്കാരത്തി മരണപ്പെട്ടു പോയി. ഇനി ഒരാൾ വീട്ടിൽ നിന്നും രാവിലെ ഇറങ്ങി ഡെന്റിസ്റ്റിനെ കാണുവാനാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. പിന്നെ എന്നിട്ട് അവർ പോയിട്ട് വേറൊരു ധ്യാന കേന്ദ്രത്തിൽ, വേറൊരു പ്രാർത്ഥനാ സ്ഥലത്ത് നിന്നും അവരെ കണ്ടെത്തുവാനായിട്ടിടയായി എന്നൊക്കെയുള്ളൊരു ന്യൂസും കൂടെ നമ്മൾ കണ്ടു. എന്തായാലും രണ്ടും വളരെ ദുഃഖകരമായ വാർത്തകൾ തന്നെയാണ്. ആ മരണപ്പെട്ടു പോയ ആൻറ്റീനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ട് തോന്നി, ഒത്തിരി വിഷമം തോന്നി. ഓക്കെ, ഞാൻ പറഞ്ഞു വരുവാൻ പോകുന്ന ടോപ്പിക് ഇത് രണ്ട് ദൈവദാസന്മാരുടെ ഭാര്യമാരാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. ഓക്കെ, അതിന് പുറകോട്ട് വേറെ ന്യൂസുകളൊക്കെ നമ്മൾ എടുത്ത് നോക്കിയാലും ദേവദാസന്മാർ ആത്മഹത്യ ചെയ്ത ചരിത്രങ്ങൾ നമ്മൾക്ക് കാണാം, അല്ലേ? ഇങ്ങനെ പല പല ചരിത്രങ്ങൾ നമ്മൾക്ക് കാണാം. ഇനി കുറേ പേര് എടുത്തിയാൽ പലരും രോഗികളായിട്ട് കിടക്കുന്ന ഒരു സിറ്റുവേഷൻ കാണാം. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ദേവദാസന്റെ ഒരു ഇത് കഴിഞ്ഞു, ഗിൽഗാൽ എന്ന് പറഞ്ഞിട്ടൊരു ഗിൽഗാൽ എന്തോ ആണെന്ന് തോന്നുന്നു, ഒരു ചാരിറ്റി സംഘടന അവരെ ഏറ്റെടുത്തതൊക്കെ കണ്ടു. ഒരു ദേവദാസൻ തളർന്നു കിടക്കുകയും കണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫിന് മാനസിക അസ്വാസ്ഥ്യമുണ്ട്. അവർ എല്ലാം ദൈവവേലയിലായിരുന്നു ഇവരൊക്കെ. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോകുന്ന കുറേ ചരിത്രങ്ങളൊക്കെ നമ്മളുടെ മുൻപിലോട്ട് വന്നു. സ്വാഭാവികമായിട്ടും നമ്മളെപ്പോലെയുള്ള സാധാരണ വിശ്വാസികൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്: ദൈവത്തെ ആരാധിച്ചിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വേല ചെയ്തിട്ട് എന്തുകൊണ്ട് ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരുടെ മനസ്സിലോട്ട് എപ്പോഴും ഓടിയെത്താറുണ്ടല്ലേ ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ തരണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളും ചെറുതും വലുതുമായ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവരാണ്, അല്ലേ? എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടാകും, അതും ദൈവവേല തന്നെയാണ്. അങ്ങനെ പല വിഷയങ്ങളുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു ദൈവവേലയാണ്. എന്ന് വെച്ചാൽ അത് ഒത്തിരി ഗ്ലാമറുള്ള ദൈവവേലയല്ല, അത് ആരും അറിയത്തില്ല, എന്നാലും അത് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു ദൈവവേല തന്നെയാണ് എന്നും നമ്മൾക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ എതിർവശത്ത് ആരാ ഉള്ളത്? എതിർവശത്തുള്ളത് ഒരു പൈശാചിക മണ്ഡലമാണുള്ളത്, അല്ലേ? അപ്പോൾ ഇതിന് നമ്മളുടെ പ്രാർത്ഥനയും ആരാധനയും ഒക്കെ ഉയരുമ്പോൾ അതിനെ നമ്മൾ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. ആ പൈശാചിക മണ്ഡലത്തിന് നമ്മളോട്, പ്രാർത്ഥിക്കുന്ന വ്യക്തികളോട് എന്ത് തോന്നും? സ്വാഭാവികമായിട്ടും അതിന് നമ്മളോടൊരു വൈരാഗ്യം അവിടെ ഉടലെടുക്കും. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്തായിരിക്കും? ഈ പ്രാർത്ഥിച്ചവനെ തകർക്കണം എന്നുള്ളത് ഇവൻ്റെ ഒരു ലക്ഷ്യം തന്നെയായിരിക്കും. അപ്പോൾ ശുശ്രൂഷകന്മാരുടെ കാര്യത്തിലോട്ട് വന്നു കഴിയുമ്പോൾ ഇവർ പലർക്കും പല ചുറ്റിക്കെട്ട് കേസുകൾക്കും വേണ്ടി ഇവർ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലേ? അപ്പോൾ ഇവർ പ്രാർത്ഥിക്കും, ചില പൈശാചിക മണ്ഡലങ്ങളെ ശാസിക്കും, അങ്ങനെ അവരിൽ നിന്ന് വിട്ടുപോകും, അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടുപോകും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ ഇത് ഇറങ്ങിപ്പോകുന്ന ഈ പിശാച് എങ്ങനെയായിരിക്കും? ഇത് ശുശ്രൂഷക്കാരനെ എന്തായിരിക്കും? ഒരു പല്ല് കടിച്ചിട്ടായിരിക്കും ഇറങ്ങിപ്പോകുന്നത്. അവൻ്റെ നേരെ നോക്കി പല്ല് കടിച്ചിട്ടായിരിക്കും ആരിറങ്ങിപ്പോകുന്നത്, ഈ പൈശാചിക മണ്ഡലം വിട്ടുപോകുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾക്കൊക്കെ അറിയാം. ഒരു ആത്മീയൻ അറിയാവുന്ന കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്കറിയാം, അതിന് എന്തിനേറെ പറയുന്നു, നമ്മളുടെ ഒരു സ്വാഭാവികമായ ജീവിതത്തിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ആയിരിക്കുമ്പോൾ നമ്മൾക്കെതിരെ ഏതെങ്കിലും ഒരു വ്യക്തി പ്രവർത്തിക്കുന്നത് കണ്ടു കഴിയുമ്പോൾ നമ്മൾക്കും തന്നെ ആ വ്യക്തിയോട് ഒരു ഇഷ്ടക്കേടും ഒരു ദേഷ്യമൊക്കെ നമ്മൾക്ക് തന്നെ തോന്നും. സ്വാഭാവികമായ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആത്മീയ ജീവിതത്തിൽ ഇത് എത്ര അധികമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. കാരണം പൈശാചിക ടെറിട്ടറികളെ തകർക്കുകയാണ്. അപ്പോൾ അവനത് ഒട്ടും ഇഷ്ടമല്ല. അവൻ എന്ത് ചെയ്യും? ഇവൻ്റെ ടെറിട്ടറിയെ തകർത്ത, അല്ലെങ്കിൽ ഇവൻ്റെ ഇരിപ്പിടത്തെ തകർത്ത ആ വ്യക്തിയെ തകർക്കുവാൻ വേണ്ടിയിട്ട് ഇവൻ എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ പണ്ട് കുറച്ച് നാളുകൾക്ക് മുൻപേ ഒരു ദേവദാസൻ്റെ ഒരു മീറ്റിംഗ് ഞാൻ അറ്റൻഡ് ചെയ്യുവാനായിട്ടിടയായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു ടോപ്പിക് ഇങ്ങനെയായിരുന്നു. അദ്ദേഹം ഈ ടോപ്പിക്ക് തന്നെയാണ് സംസാരിച്ചത്. നമ്മൾ എപ്പോഴും പ്രാർത്ഥനയിൽ ജാഗരിക്കണം എന്നിങ്ങനെ പറഞ്ഞൊരു ടോപ്പിക്ക് അദ്ദേഹം സംസാരിച്ചത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ ഇന്ത്യക്ക് വെളിയിലുള്ള ഒരു വലിയൊരു ദേവദാസനായിരുന്നു. അപ്പോൾ അദ്ദേഹം ആയിരുന്ന ദേശത്ത് അദ്ദേഹം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പൈശാചിക മണ്ഡലങ്ങൾക്ക് എതിരെ ഇദ്ദേഹം നന്നായിട്ട് ശുശ്രൂഷിക്കുന്ന ആളായിരുന്നു. എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ശുശ്രൂഷയിൽ ഓരോ കൃപാവരങ്ങളാണല്ലോ ദൈവം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് പൈശാചിക മണ്ഡലങ്ങളെ തകർക്കുന്ന ഒരു ശുശ്രൂഷയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യും? ഓരോ ദേശത്ത് ചെന്നിട്ട് ആ ദേശത്തുള്ള ശക്തികളെയൊക്കെ ശാസിക്കും. അപ്പോൾ ഒരു ദിവസം ഇദ്ദേഹം ഏതോ ഒരു ദേശത്തൊരു മിനിസ്ട്രി ചെയ്യാൻ വേണ്ടി പോയതാണ്.
അപ്പോൾ ഇദ്ദേഹം അവിടെയുള്ള പൈശാചിക മണ്ഡലത്തെ ഇദ്ദേഹം ശാസിച്ചു. അപ്പോൾ ശാസിച്ചു കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ റൂമിലോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പൈശാചിക ശക്തി ഇദ്ദേഹത്തിനെ പിന്തുടർന്ന് വന്നു. എന്നിട്ട് പിന്തുടർന്ന് വന്നിട്ട് ഇദ്ദേഹത്തിനെ അവിടെ ഏതാണ്ട് ഇദ്ദേഹം കിടന്ന കട്ടിൽ പൊങ്ങുവോ താഴുവോ ഏതാണ്ടൊക്കെ ചെയ്തു, അങ്ങനെ എന്തൊക്കെയോ സംതിങ് ഉണ്ടായി. അപ്പോൾ ഇദ്ദേഹം അവിടുന്ന് ഈ പൈശാചിക മണ്ഡലത്തെ നന്നായിട്ട് അങ്ങ് ശാസിച്ചു വിട്ടു. അപ്പോൾ ഇത് വന്നിട്ട് പോകുന്നതിന് മുൻപ് പറഞ്ഞു പോയ ഒരു കാര്യമുണ്ട്, നിന്നെ ഞാൻ എടുത്തോളാം എന്ന് ഈ പൈശാചിക മണ്ഡലം പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഇദ്ദേഹം നല്ല മറുപടി കൊടുത്ത് അതിനെ പറഞ്ഞു വിട്ടു. ഓക്കെ, എന്നിട്ട് പിന്നെ വർഷങ്ങൾ കഴിഞ്ഞു ഇദ്ദേഹം ശുശ്രൂഷയിലായിരിക്കുന്നു. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം എവിടെ വന്നു? നമ്മുടെ ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിൽ വന്നിട്ട് ഏതാണ്ട് ശുശ്രൂഷകന്മാർക്ക് വേണ്ടി എന്നായിട്ടുള്ള ഒരു കോൺഫറൻസ് ആയിരുന്നു. അങ്ങനെ ഏതാണ്ട് 500 പേര് മാത്രമുള്ള ഒരു കോൺഫറൻസ്. അപ്പോൾ അതിനകത്ത് ഇദ്ദേഹം പങ്കെടുക്കുന്ന സമയത്ത് മീറ്റിംഗ് കഴിഞ്ഞ് രാത്രിയിൽ അദ്ദേഹം ഹോട്ടലിൽ ഇങ്ങനെ വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റൂമിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ വേറെ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ വന്നവരൊക്കെ വേറെ റൂമുകളിലുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് എന്താണ്, പെട്ടെന്നൊരു നെഞ്ചിന് വേദന അനുഭവപ്പെടുവാനായിട്ട് ഇടയായി. അപ്പോൾ നെഞ്ചിന് വേദന അനുഭവിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഇദ്ദേഹം പെട്ടെന്ന് എന്ത് ചെയ്തു, റിസപ്ഷനിൽ വിളിക്കുവാനായിട്ട് ഇടയായി. എന്തിനാണ് റിസപ്ഷനിൽ വിളിച്ചത്? ഇദ്ദേഹം റിസപ്ഷനിൽ വിളിച്ചത് ഇദ്ദേഹത്തിന് ഒരു മെഡിക്കൽ ഹെൽപ്പ് വേണം, അതിന് വേണ്ടിയിട്ട് വിളിച്ചതാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു റിസപ്ഷനിസ്റ്റ് ആയിട്ടുള്ള ഒരു ലേഡി ഓടി വന്നു. അപ്പോൾ വേറൊരു ആണുങ്ങളൊരു റിസപ്ഷനിസ്റ്റ് ഉണ്ടായിരുന്നു, അവരും കൂടി ഓടി വന്നു. അപ്പോൾ ഇവർ വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ റിസപ്ഷനിസ്റ്റ് ആയിട്ടുള്ള പയ്യൻ എന്ത് ചെയ്തു, അദ്ദേഹം ഡോക്ടറെ വിളിക്കാനോ ആംബുലൻസ് വിളിക്കാനോ എന്തിനോ പോയി. അപ്പോൾ ഈ ലേഡി ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടായിരുന്നത്. അപ്പോൾ ഈ ലേഡി ഇദ്ദേഹത്തെ അവിടെ പരിചരിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ പരിചരിച്ചു കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ എന്തോ സംതിങ് ഇദ്ദേഹത്തിൻ്റെ മൈൻഡ് കൈവിട്ടുപോയി. അവിടെ എന്തോ അരുതാത്തത് സംഭവിച്ചു. അപ്പോൾ ഇത് സംഭവിച്ചു ഇത് സംഭവിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന് പെട്ടെന്ന് ബോധം വരിക എന്ന് പറഞ്ഞാൽ സുബോധത്തിലേക്ക് ഇദ്ദേഹം തിരിച്ചു വന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ആകെപ്പാടെ ബുദ്ധിമുട്ടായിപ്പോയി. എന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു ശുശ്രൂഷക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം വീണുപോയിട്ടില്ല, എന്നാൽ ഇവിടെ അദ്ദേഹം വീണുപോയി. അപ്പോൾ അതിൻ്റെ ഒരു അങ്കലാപ്പും ഒരു ബുദ്ധിമുട്ടും ഒരു വിഷമവും ഒക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ റിസപ്ഷനിസ്റ്റ് ആയിട്ടുള്ള ലേഡി അവിടെ നിന്ന് ഒച്ചത്തിലങ്ങ് ചിരിച്ചു. അന്നേരം പെട്ടെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി ഇത് എന്തോ അരുതാത്ത എന്തോ ഒരു പൈശാചിക ബന്ധനമാണല്ലോ എന്ന് മനസ്സിലായി. അപ്പോൾ ഇദ്ദേഹം ആ പൈശാചിക ശക്തിയോട് ആ സ്ത്രീയുടെ നേരെ ചോദിച്ചിട്ട് നീ ആരാന്ന് ചോദിച്ചു. അന്നേരം ഈ പൈശാചിക ശക്തി പറഞ്ഞത്, നീ അന്ന് നിൻ്റെ അടുത്ത് ഞാൻ ആ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ഏത് ഇന്ത്യയിലേക്ക് വെളിയിൽ ആ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, നിന്നെ ഞാൻ പൂട്ടുമെന്ന് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് ഇത് അങ്ങനെ പറഞ്ഞു. അന്നേരത്തേനും ഇദ്ദേഹത്തിന് മനസ്സിലായി ഇദ്ദേഹത്തിന് ആ ഒരു പൈശാചിക ശക്തി ഇദ്ദേഹത്തിന് വീഴിച്ചതാണ് എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. ഓക്കെ, ഇതൊരു ദേവദാസൻ പറഞ്ഞ് ഞാൻ കേട്ടതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആധികാരികതയൊന്നും എന്നോട് ചോദിക്കരുത്, അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞത്. എന്തായാലും ഞാൻ അതിൻ്റെ കാര്യത്തിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ടോപ്പിക് എന്താണ്, ഇന്ന് പല ദേവദാസന്മാരും എന്താണ് ഒന്നുകിൽ രോഗികളാകുന്നു, അല്ലെങ്കിൽ എന്താണ് പലരും വീണു പോകുന്നു. ഒരു കാലത്ത് നന്നായിട്ട് ശോഭിച്ചിരുന്നവരൊക്കെ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു. എന്ന് വെച്ചാൽ പിന്നെ അവരെക്കുറിച്ച് ഒരു വിവരവുമില്ല, അവരെവിടെ പോയിന്ന് പിന്നെ ഒന്നും അറിയത്തില്ല. ഒരു ശുശ്രൂഷ മേഖലകളിലും അവരുടെ പേരുകൾ പിന്നെ കേൾക്കാനില്ല. അവരെ ജീവനോടെ ഉണ്ട്, പക്ഷെ അവരെക്കുറിച്ച് ഒരു അറിവുമില്ല. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? അടുത്തത് കുറേ പേര് ഉണ്ട്, വെള്ളമില്ലാതെ ഓടുന്ന ഒരു മേഘം പോലെ ഇങ്ങനെ കുറച്ച് പേര് ഉണ്ട്. ഇനി ബാക്കിയുള്ളവരെന്താണ്, കുറേ പേര് വീണു പോയിട്ടുണ്ടാകും. എന്ന് വെച്ചാൽ ഇതുപോലെ ഏതെങ്കിലും അബദ്ധങ്ങളിൽപ്പെട്ട് വീണു പോയിട്ടുണ്ടാകും. ഇനി വേറെ കുറച്ച് പേരെ എടുത്താൽ എന്നാൽ അവരെന്തെങ്കിലുമൊക്കെ രോഗാവസ്ഥയിൽ രോഗക്കിടക്കുകളിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാമോ? നമ്മൾ യുദ്ധം ചെയ്യുന്നത് എവിടെയാണ്? നമ്മളൊരു ബാറ്റിൽ ഫീൽഡിലാണ് നിൽക്കുന്നത് അല്ലേ, നമ്മളൊരു യുദ്ധമുഖത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ എതിരാളി എപ്പോഴും എന്താണ്, അവൻ ഇപ്പം നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ വാറെടുത്ത് നോക്കിയാലും അത് ഒരു എന്താ പറയുക, അവർ തമ്മിൽ ഡയറക്റ്റായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് വരും. അത് കഴിഞ്ഞിട്ട് ശാന്തമാകുമെങ്കിലും അപ്പുറം ഇരിക്കുന്ന ആ ഒരു രണ്ടുപേരും ജാഗരൂകരായിരിക്കും അല്ലേ. അപ്പോൾ ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ എങ്ങനെയെങ്കിലും ഒരു അടി കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നത്. കാരണം അവൻ എപ്പോഴും തോറ്റിട്ടാണ് കിടക്കുന്നത് അല്ലേ. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇന്ത്യക്ക് മുൻപിൽ തോറ്റായിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ജയിക്കുവാൻ വേണ്ടിയിട്ട് അവനിങ്ങനെ 24 മണിക്കൂറും ഇങ്ങനെ ഉണർന്നിരിക്കുക തന്നെ ചെയ്യും. എന്തെങ്കിലും ഒരു പഴുത് കിട്ടിയാൽ അവനിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും, അവനെ നുഴഞ്ഞു കയറുവാനായിട്ട് അവനിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ പൈശാചിക മണ്ഡലം. നമ്മൾ വിചാരിക്കും തൽക്കാലത്തേക്ക് ഇത് വിട്ടുപോയി എങ്കിലും ഇത് നുഴഞ്ഞു കയറാനിരിക്കും. എങ്ങനെയെങ്കിലും ഇതിനെ ഇറക്കി വിട്ട ആൾക്കെതിരെ ഏതെങ്കിലും വിധത്തിൽ ഇവനിങ്ങനെ ഫൈറ്റ് ചെയ്യുവാൻ തയ്യാറായിട്ടിരിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. അതിന് ശുശ്രൂഷാ മുഖത്തല്ല, ഇനി നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം?
ഓർക്കുക, നമ്മളൊരു യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത്? ഇപ്പം നമ്മുടെ ഇന്ത്യൻ പട്ടാളത്തെ എടുത്തു കഴിയുമ്പോൾ ആദ്യം അവർക്കൊരു സുരക്ഷ പറ്റുന്നിടത്തോളം എന്ത് ചെയ്യും? അവർ ഉറപ്പാക്കും അല്ലേ? അവരുടെ ആ ഒരു എന്താ പറയുക, അവരുടെ ആ ഒരു ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യും? പറ്റുന്നിടത്തോളം അവരിൽ ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനുള്ള പ്രൊട്ടക്ഷൻ അവർക്ക് കൊടുക്കും. പറ്റുന്നിടത്തോളം കൊടുത്തു കഴിഞ്ഞിട്ട് ഇവരെ എങ്ങോട്ട് വിടത്തുള്ളൂ? യുദ്ധമുഖത്തേക്ക് ഇവരെ ഇറക്കി വിടത്തുള്ളൂ എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതുപോലെ തന്നെ ആയിരിക്കണം ആത്മീയ മേഖലകളിലും. നമ്മൾ യുദ്ധത്തിന് ഇറങ്ങുന്നതിന് മുൻപേ വേണ്ടുന്നത്രയും പ്രൊട്ടക്ഷൻ നമ്മൾ എടുക്കണം. ആർക്കെടുക്കണം? നമുക്കെടുക്കണം, നമ്മളുടെ കുടുംബത്തിലുള്ളവർക്ക് എടുക്കണം, തലമുറകളുണ്ടെങ്കിൽ അവർക്ക് എടുക്കണം, നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു പ്രൊട്ടക്ഷൻ, ആ ഒരു കരുതൽ നമ്മൾ എടുക്കണം. അത് ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ ആണോ? അല്ല, എപ്പോഴും ആ ഒരു കരുതൽ നമ്മൾക്കുണ്ടാകണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ എന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നവരാ, പ്രാർത്ഥിക്കണം, അതിനകത്തൊന്നും യാതൊരു തെറ്റുമില്ല. പക്ഷേ നമ്മൾ ഈ മറ്റുള്ളവർക്ക് അടിയിൽ നിന്ന് ഞാൻ വരാം. ഓക്കെ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ എപ്പോഴും എന്താണ്? നമ്മളെ ഒന്ന് കവർ ചെയ്ത് പ്രാർത്ഥിക്കണം. നമ്മളുടെ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ നന്മകളെയൊക്കെ നമ്മളൊന്ന് കവർ ചെയ്ത് പ്രാർത്ഥിക്കണം. യേശു ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ടൊന്ന് മുദ്രയിട്ട് കവർ ചെയ്ത് വചനത്തിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ, വചനം പറഞ്ഞതിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ ഏറ്റെടുത്തൊന്ന് നമ്മൾക്ക് വേണ്ടി ഒന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞിട്ടേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ? നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറെടുക്കാവുള്ളൂ. അല്ലാതെ ചുമ്മാ ഓടി ചെന്നിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പിന്നെ നമ്മുടെ വിഷയം പ്രാർത്ഥിക്കുന്നതല്ല. നമ്മൾ എന്ത് ചെയ്യണം? അതിനായി എപ്പോഴും അതിരാവിലെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് അല്ലേ? ഈ അതിരാവിലത്തെ പ്രാർത്ഥനയൊക്കെ എന്തിനാ? അത് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ ആയിരിക്കണം 100%. ഓക്കെ, അത് കഴിഞ്ഞിട്ടേ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ നമ്മൾ ഇറങ്ങാവുള്ളൂ. അപ്പോൾ ശുശ്രൂഷയുടെ മുഖത്തായിരിക്കുന്ന ശുശ്രൂഷകന്മാരാണെങ്കിലും ശുശ്രൂഷകന്മാരുടെ ഭാര്യമാരാണെങ്കിലും ആരാണെങ്കിലും എന്ത് ചെയ്യണം? ആദ്യത്തെ പ്രാർത്ഥന അതായത് അതിരാവിലെയുള്ള പ്രാർത്ഥന എപ്പോഴും എന്തായിരിക്കണം? നമ്മൾക്ക് വേണ്ടി, നമ്മളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ ആയിരിക്കണം നമ്മളുടെ പ്രാർത്ഥന. ആദ്യം നമ്മൾക്ക് വേണ്ടിയുള്ളതായിരിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ എങ്ങോട്ട് ഇറങ്ങാൻ, നമ്മുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങാനൊക്കെ. ഇന്ന് പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഈ പല ശുശ്രൂഷകന്മാരും ആദ്യം ഇങ്ങനെ കത്തി കയറി വരും. അപ്പോൾ ഈ കത്തി കയറി വന്നു കഴിയുമ്പോൾ ഇവർക്ക് പ്രാർത്ഥിക്കുവാൻ സമയം കിട്ടാറില്ല. ഓക്കെ, ഇവർക്ക് പ്രാർത്ഥിക്കുവാൻ സമയം കിട്ടാതെ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ഇവരുടെ ആത്മീയ ജീവിതം ഇങ്ങനെ, ഇവരുടെ സ്വയമായിട്ടുള്ള ആത്മീയ ജീവിതം ഇങ്ങനെ ചോർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളത് ദൈവം ആ ഒരു വ്യക്തികൾക്ക് വേണ്ടി ഇവരെ ഉപയോഗിക്കുന്നുമുണ്ടാകും മറുഭാഗത്തും. പക്ഷേ ഇവരുടെ സ്വന്തമായിട്ടുള്ള ഒരു ആത്മീയ ശക്തി ചോർന്നുകൊണ്ടിരിക്കുന്നതും ഇവർ പലപ്പോഴും അറിയാറില്ല. അങ്ങനെ കുറേ നമ്മളുടെ പ്രാർത്ഥനകൾക്ക് ഇങ്ങനെ വേണ്ടുന്നത് പോലെ പ്രാർത്ഥിക്കുവാൻ പറ്റാത്ത ഗ്യാപ്പ് വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? നമ്മൾ ഈ തോൽപ്പിച്ചു വിട്ട പൈശാചിക മണ്ഡലം നമ്മൾക്കെതിരെ ശക്തി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ശക്തി ഇങ്ങനെ കൂടി വരും. നമ്മളുടെ ആത്മീയത്തിൻ്റെ ലെവൽ ഇങ്ങനെ താന്ന് പോയി കൊണ്ടുവരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമോ? എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. നമ്മൾ പ്രാർത്ഥിച്ചിട്ടേ എന്തിനും നമ്മൾ ഇറങ്ങാവുള്ളൂ. ഓക്കെ, ഇനി അതുപോലെ ശുശ്രൂഷകന്മാരെ സംബന്ധിച്ചിടത്തോളം ചിലർക്ക് 7 ദിവസവും ശുശ്രൂഷയാണ്. പക്ഷേ 7 ദിവസവും ശുശ്രൂഷയ്ക്ക് പോകരുത്. ഒരു ദിവസമെങ്കിലും സ്വന്തമായിട്ടിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കണം. വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവനവൻ്റെ പ്രൊട്ടക്ഷൻ വീണു പോകാതിരിക്കാൻ, കുടുംബത്തിൻ്റെ പ്രൊട്ടക്ഷൻ എല്ലാം ഓർത്ത് പ്രാർത്ഥിച്ചു ആഴ്ചയിൽ ഒരു ദിവസം സ്വന്തമായിട്ടൊന്ന് ആയിട്ടൊന്നും ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും വേർതിരിക്കണം. എത്ര വലിയ വിളി വന്നാലും ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ തിരഞ്ഞെടുക്കണം നമ്മൾക്ക് വേണ്ടിയിട്ട്. അതും കണ്ടിന്യൂ ആയിട്ട് ഒരു ദിവസം തന്നെയാണെങ്കിൽ നല്ലത്. എന്ന് വെച്ചാൽ ട്യൂസ്ഡേയോ അല്ലെങ്കിൽ തേഴ്സ്ഡേയോ വെനസ്ഡേയോ എന്ന് വേണ്ട ഏതെങ്കിലും ഒരു ദിവസം എല്ലാം കണ്ടിന്യൂ ആയിട്ട് ഒരു ദിവസം തന്നെ, അതായത് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ട്യൂസ്ഡേ തിരഞ്ഞെടുത്താൽ നെക്സ്റ്റ് വീക്കും ട്യൂസ്ഡേ തന്നെ തിരഞ്ഞെടുക്കുക. അങ്ങനെ നമ്മളൊരു ഒരു എന്താ പറയുക, അങ്ങനെ ഡിസിപ്ലിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കുക. പലരും പറയും, ഞാൻ ദൈവത്തിന് വേണ്ടി ഓടി നടക്കുമ്പോൾ ദൈവം എൻ്റെ കാര്യം നോക്കും. സത്യമാണ്, എല്ലാം നോക്കും. പക്ഷേ ഈ ആത്മീയത്തിൻ്റെ വിഷയത്തിലുണ്ടല്ലോ, ഈ ആത്മീയത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ദൈവവുമായിട്ട് റീചാർജ് ചെയ്യുക തന്നെ വേണം കേട്ടോ. അവിടെ ആത്മീയ വിഷയം എന്ത് ചെയ്യണം? നമ്മുടെ പ്രാർത്ഥന കുറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നോക്കും. പക്ഷെ ഭൗതിക കാര്യത്തിലെല്ലാം ഓക്കെ ആയിരിക്കും. പക്ഷേ ആത്മീയം നമ്മൾ ദൈവവുമായിട്ട് കണക്റ്റ് ആയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് ചോർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതിന് മുൻപേ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇറങ്ങുന്നതിന് എന്തിനും മുൻപേ എന്തായിരിക്കണം? നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയുടെ പ്രൊട്ടക്ഷൻ നമ്മൾ ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മൾക്കറിയാമല്ലേ, അറിയപ്പെടുന്ന ഒരു ദേവദാസൻ നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് ദേവദാസന്മാരുണ്ട്. അതിൽ ഇന്ന് TV പ്രസംഗകനൊക്കെ ആയിട്ടുള്ള ഒരു ദേവദാസൻ്റെ കഥയൊക്കെ നമ്മൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ വൈഫ് എന്താണ്? വൈഫ് അവിടുത്തെ എന്താ പറയുക, ഗിറ്റാറിസ്റ്റ് ആയിട്ടുള്ള ഒരു പയ്യൻ്റെ കൂടെ ഓടിച്ചോടിപ്പോയി. ഓക്കെ, ഇദ്ദേഹം വന്നിട്ട് വേറെ കല്യാണമൊക്കെ കഴിച്ചു. ഓക്കെ, ഇതൊക്കെ എന്തുകൊണ്ടായി സംഭവിക്കുന്നതെന്ന് അറിയാമോ? നമ്മൾ ശുശ്രൂഷയിൽ 24 മണിക്കൂറും ഇങ്ങനെ നമ്മൾ ലോകക്കാരെ നന്നാക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ നടക്കരുത്. ഒപ്പം എന്തായിരിക്കണം? നമ്മളുടെ കുടുംബത്തിലോട്ടും ആയിരിക്കണം. കുടുംബത്തിൽ നമ്മൾക്ക് ശ്രദ്ധയുണ്ടാകണം. പിന്നെ എന്താണ്? നമ്മൾ ഈ നമ്മൾ ശുശ്രൂഷയിൽ കത്തി നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര സെലിബ്രിറ്റിയാണ്, എല്ലാവരുടെയും മുൻപിൽ ഭയങ്കര സംഭവമാണെന്നൊക്കെ നമ്മൾക്ക് തോന്നും. ആണ്, കറക്റ്റാണ്. ഇതൊക്കെ എപ്പോഴാണെന്നറിയാവോ? പിന്നെ ചിലർക്ക് തോന്നി, ചെറുപ്പക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തോന്നും,
അയ്യോ അല്ലെ പല ശുശ്രൂഷ സ്ഥലങ്ങളിലോട്ടും ചെന്ന് കഴിയുമ്പം അവിടെയുള്ള തരുണീമണികളെയും തരുണാമരന്മാരെ എന്താ പറയുക ആണുങ്ങളെ അങ്ങനെയുള്ളവരെയൊക്കെ കണ്ടു കഴിയുമ്പോൾ ചിലർക്ക് തോന്നും എന്താണ് വീട്ടിലിരിക്കുന്നതിനെയൊക്കെ എടുത്ത് നമ്മളുടെ ചെറുപ്പക്കാരുടെ ഇന്നത്തെ ന്യൂ ജനറേഷൻ ഭാഷയിൽ പറഞ്ഞാൽ വീട്ടിലിരുന്നതിനെയൊക്കെ എടുത്ത് കിണറ്റിലിടാൻ തോന്നും എന്നൊക്കെ പറയും അല്ലേ. അങ്ങനെയൊക്കെ നമ്മൾക്ക് ചിലപ്പോൾ തോന്നും. ഓക്കെ, അങ്ങനെയൊക്കെ തോന്നും. അതെപ്പോഴാണെന്നറിയാവോ? നീ ശുശ്രൂഷയിൽ നിൽക്കുന്ന സമയത്ത് നിന്നിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ നീ എന്തെങ്കിലുമൊക്കെ ഒരു 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 എന്താ പറയുക സംതിങ് സ്പെഷ്യൽ ആകത്തുള്ളൂ. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കണം. ഇനി എന്താണ്, നിങ്ങളുടെ സൗന്ദര്യം കൊണ്ടാണോ? അല്ല. നിങ്ങളുടെ കഴിവ് കൊണ്ടാണോ? ഒന്നുമല്ല. അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയക്കാരൊക്കെ നിങ്ങളെ കഴിഞ്ഞ് നന്നായിട്ട് പ്രസംഗിക്കുന്നവരാ അല്ലേ. നമ്മുടെ ഈ ഇലക്ഷനൊക്കെ അടുക്കുമ്പോൾ എന്താ പറയുക വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകുന്നു അല്ലേ, ഈ ജീപ്പിലൊക്കെ ഇങ്ങനെ മൈക്ക് കെട്ടി വിളിച്ച് പറഞ്ഞുകൊണ്ട് പോകുന്നവരുടെയൊക്കെ സൗണ്ട് കേട്ട് കഴിയുമ്പോൾ നമ്മൾ കോരിത്തിരിച്ച് പോകാറുണ്ട് ചിലരുടെയൊക്കെ അല്ലേ സംസാരങ്ങൾ കേൾക്കുമ്പോൾ. അപ്പോൾ പുറത്ത് അതിനെ കഴിഞ്ഞ് നല്ല ആൾക്കാരുണ്ട്. പക്ഷേ നമ്മൾ സ്പെഷ്യൽ ആകുന്നത് എവിടെയാണ്? നമ്മളുടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളുടെ മേൽ വന്നു കഴിയുമ്പോഴാണ് നമ്മളുടെ സംസാരങ്ങൾക്ക് ഒരു ശക്തി ലഭിക്കുന്നത്, അതൊക്കെ സ്പെഷ്യൽ ആകുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ആ പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടുപോയി കഴിയുമ്പോൾ നമ്മൾ വെറും സാധാരണ മനുഷ്യന്മാരാകും. പിന്നെ ഇന്ന് നമ്മളെ പൊക്കിക്കൊണ്ട് നടന്നവർക്കൊന്നും നാളെ നമ്മളെ വേണ്ട എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ തിരിച്ചറിയുക. പക്ഷേ നമ്മളുടെ കുടുംബം എന്ന് നമ്മളുടെ താഴ്ചയിലും വീഴ്ചയിലും ഒക്കെ നമ്മളുടെ കൂട്ടത്തിലുണ്ടാകും. കുടുംബം അല്ലെങ്കിൽ നമ്മളുടെ പേരൻസൊക്കെ നമ്മളുടെ കൂട്ടത്തിൽ ഉണ്ടാകേണ്ടവരാണ്, ഉണ്ടാകും. അപ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള ശുശ്രൂഷകന്മാർക്കൊക്കെ പറ്റുന്ന അബദ്ധം എന്താണെന്ന് അറിയാമോ? ഇവർ വീട്ടുകാരെ നോക്കത്തില്ല. എന്ന് വെച്ചാൽ ചില എന്താ പറയുക പാസ്റ്റർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വൈഫിനെ ഒന്ന് എന്താ പറയുക അവരെ ഒന്ന് സ്നേഹിക്കാനോ അവർക്ക് വേണ്ടുന്ന കരുതലുകൾ കൊടുക്കാനോ ഒന്നും ഇവർക്ക് സമയമില്ല. മക്കളുടെ കാര്യം നോക്കാനും മക്കൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് പോലും അറിയാത്ത ദേവദാസന്മാരുണ്ട് കേട്ടോ. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഭയങ്കര ബിസി ശുശ്രൂഷയാണ്. പക്ഷേ കുടുംബത്തിൽ അവർ വെറും സീറോയായിട്ട് നിൽക്കും. അതൊന്നും ദൈവം ആഗ്രഹിക്കുന്നതല്ല. ദൈവം ആദ്യം തന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ കുടുംബത്തെ നന്നായി നോക്കാൻ കഴിയുന്നവനെ എങ്ങോട്ട് ഇറങ്ങാവുള്ളൂ? ശുശ്രൂഷയ്ക്ക് ഇറങ്ങാവത്തുള്ളൂ. അപ്പോൾ നമ്മുടെ എത്ര ബിസി വന്നാലും എന്താണ് ഇതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കുകയും കുടുംബത്തോട് ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സമയം അവരോടൊത്ത് ചെലവഴിക്കുകയും ഒക്കെ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ കുടുംബ ബന്ധവും തകരത്തില്ല, മാതാപിതാക്കന്മാരുമായിട്ടുള്ള ബന്ധം തകരത്തില്ല, എന്താ പറയുക ഭാര്യ ഭർത്തൃ ബന്ധത്തിന് തകർച്ച വരത്തില്ല, മക്കളപ്പന്മാരും അല്ലെങ്കിൽ മക്കൾ അമ്മമാരുമായിട്ടുള്ള ബന്ധങ്ങൾക്കൊന്നും തകർച്ച വരത്തില്ല. അതൊക്കെ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ എന്താണ് അവരും സന്തോഷമാകും അല്ലേ. ഇപ്പം ഒരാളെ ശുശ്രൂഷയായിട്ട് ഇങ്ങനെ തിരിഞ്ഞ് ഓടി നടക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് അതിൻ്റെ വില അറിഞ്ഞുകൂടാ. അവർ ഇപ്പോൾ വീട്ടിലുള്ള ആ ഒരു ടെൻഷൻസും ഒക്കെ ആയിട്ട് അവർക്ക് പലപ്പോഴും ഒരു ബുദ്ധിമുട്ടിലായിരിക്കും അവർ. കാരണം അവർക്ക് കിട്ടേണ്ടത് എത്ര വലിയ ശുശ്രൂഷ ചെയ്തു എന്ന് പറഞ്ഞ് വന്നാലും വീട്ടിൽ അവർക്ക് വേണ്ടുന്നത് ഒരു ഭർത്താവിനെ അല്ലെങ്കിൽ ഒരു ഭാര്യയെ ഒരു മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അപ്പനെ അമ്മനെയൊക്കെ അവർക്ക് വേണ്ടത്. ആ ഒരു മേഖലകളിൽ നമ്മൾ നല്ലതല്ല എങ്കിൽ നമ്മൾ എത്ര വലിയ ശുശ്രൂഷ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കുക, അവരെ കരുതുക. അവരാണ് നമ്മളുടെ താഴ്ചയിലും വീഴ്ചയിലും എല്ലാം നമ്മളുടെ കൂട്ടത്തിൽ നിൽക്കത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. നമ്മുടെ ശുശ്രൂഷയിൽ കത്തി നിൽക്കുന്ന ചില ദേവദാസന്മാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ശുശ്രൂഷയിൽ കത്തി നിൽക്കുന്നവർക്ക് ഒരുപാട് വേറെ ഫ്രണ്ട്സ് ഉണ്ടാകും. ദേവദാസന്മാർ ഫ്രണ്ട്സ് ഉണ്ടാകും. അവരിവരെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കും. എന്തിനാ? അവർക്കും ശുശ്രൂഷകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇയാളുടെ കെയർ ഓഫിൽ എവിടെയെങ്കിലും ഒരു ശുശ്രൂഷ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഈ മണ്ടന് മനസ്സിലാകത്തില്ല. ഇയാൾ എന്ത് ചെയ്യും? അവർക്ക് വേണ്ടി ഓടി അങ്ങ് നടക്കും. പക്ഷെ കുടുംബത്തെ തഴഞ്ഞു വിടും. അപ്പോഴാണ് ഈ കുടുംബത്തിലിരിക്കുന്നവർ വേറെ എവിടെന്നെങ്കിലും സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയുക. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വല്ല ശുശ്രൂഷക്കാരൻ. ഞാൻ ശുശ്രൂഷക്കാരൻ്റെ ഭാര്യയല്ല, പാസ്റ്ററിൻ്റെ ഭാര്യയല്ല, പാസ്റ്ററിൻ്റെ മകളുമല്ല കേട്ടോ. ഇത് ഞാൻ പൊതുവെ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് ഞാൻ സംസാരിക്കുന്നുള്ളൂ. ഒത്തിരി പേരുടെ അനുഭവങ്ങൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ സംസാരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വീട്ടിലുള്ളവർക്ക് കൊടുക്കേണ്ടത് അവർക്കും കൊടുക്കുക. ആത്മീയ ജീവിതത്തിൽ നമ്മൾ റീചാർജ് ചെയ്യേണ്ടത് നമ്മളും റീചാർജ് ചെയ്യുക. എന്നിട്ട് വേണം നമ്മൾ മറ്റുള്ളവരെ നന്നാക്കാൻ ഇറങ്ങേണ്ടത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. കാരണം നമ്മൾ പ്രൊട്ടക്ഷൻ ദൈവസന്നിധിയിൽ നിന്നും ഏറ്റെടുത്തില്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? നമ്മൾ ശുശ്രൂഷയിൽ ഇറക്കി വിട്ടതൊക്കെ അവസാനം എന്ത് ചെയ്യും? ഇതൊക്കെ അവസാനം ഇറക്കി വിട്ടവൻ്റെ അടുത്തോട്ട് വരും. അതൊന്നെങ്കിൽ കുടുംബത്തിൽ കയറി കളിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിൽ കയറി കളിക്കും. അങ്ങനെ പല വിധത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ശുശ്രൂഷകന്മാരും ശുശ്രൂഷക്കാരത്തികളും പ്രാർത്ഥനാ പോരാളികളുമായിരിക്കുന്നവരൊക്കെ അറിയുക. ആദ്യം നമ്മളുടെ പ്രൊട്ടക്ഷൻ, നമ്മളുടെ കുടുംബത്തിൻ്റെ പ്രൊട്ടക്ഷൻ, അവർക്ക് വേണ്ടുന്ന ആത്മീയ ഭൗതികമായതൊക്കെ നമ്മൾ കൊടുക്കുക. അതിനുശേഷം വേണം സമൂഹത്തെ ഉദ്ധരിക്കുവാൻ നമ്മൾ ഇറങ്ങുവാൻ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. ബിസി ആയിരിക്കും, പക്ഷേ ബിസി കുടുംബത്തിലും നമ്മൾ എന്തായിരിക്കണം? കുടുംബക്കാർക്ക് നമ്മൾ അവൈലബിൾ ആയിരിക്കണം എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. ഞാനിപ്പോൾ ഈ സംഭവങ്ങളിൽപ്പെട്ടവരെ ആരും ഞാൻ കുറ്റപ്പെടുത്തുമല്ല. ഞാൻ പൊതുവെ ഒരു എനിക്ക് കിട്ടിയ ഒരു വെളിപാടനുസരിച്ച് ഞാൻ സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഏറ്റെടുക്കേണ്ടവർക്ക് ഏറ്റെടുക്കാം, ഇല്ലാത്തവർക്ക് ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ ഇറക്കി വിടാം. എന്താ പറയുക, നമ്മളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നമ്മളെ പിന്നെ പഠിപ്പിക്കേണ്ടി വരും. ഓക്കെ, എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.